എന്തെല്ലാം തട്ടിപ്പുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പത്രദൃശ്യ മാധ്യമങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന തട്ടിപ്പുകളാണ് ഓരോ ദിവസവും വരുന്നത്. ഇപ്പോഴിതാ ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന രൂപത്തിൽ SN ട്രേഡിംഗ് കമ്പനി എന്നുള്ള പേരിൽ ഒരു തട്ടിപ്പ് പ്രസ്ഥാനം നിരവധി ആളുകളെയാണ് തട്ടിപ്പ് നടത്തിയത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോരുത്തരും നഷ്ടപ്പെട്ടുള്ളത്. അങ്ങനെ നഷ്ടപ്പെട്ടുള്ള ആളുകളിൽ ചിലരാണ് നമ്മളോടൊപ്പം ഉള്ളത്. SN ട്രേഡിംഗ് കമ്പനി പള്ളുരുത്തി. ഈ സ്ഥാപനത്തിൻ്റെ ഉടമകൾ ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ്. 2 പേരാണ് അതിൻ്റെ നടത്തിപ്പുകാർ. അവരെക്കുറിച്ച് എല്ലാ വിവരങ്ങളും നമുക്ക് ഇവരോട് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം പറയപ്പാ. നമസ്കാരം. 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 പേര്? സ്നേഹ. സ്നേഹയുടെ വീട് എവിടെയാണ്? സ്നേഹ ഏതുവരെ പഠിച്ചു? ബികോം. എങ്ങനെയാണ് ഈ തട്ടിപ്പ്, എന്താണ്, എങ്ങനെയാണ് ഇതിൽ പെട്ടത്? ഞാൻ അവിടെ SN ട്രേഡിംഗിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിംഗ് സ്റ്റാഫ് ആൻഡ് അക്കൗണ്ടന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. SN ട്രേഡിംഗിൽ. എവിടെ? പള്ളുരുത്തി, എടക്കൊച്ചി. അപ്പൊ ആള് സന്ധ്യമോൾ വിസി എന്റെ കസിൻ കൂടിയാണ്. അപ്പൊ നമ്മള് ബന്ധുവാണ്. വിശ്വാസത്തിന്റെ പേരിലാണ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് പൈസ കൊടുത്തത്. ഇപ്പൊ ആളെവിടെയാണെന്ന് പോലും നമുക്ക് അറിയില്ല. അതായത് ഞാൻ കൊടുത്ത 4,40,000 രൂപയാണ് കൊടുത്തത്. അതില് 1,00,000-ന് 8% വെച്ച് ഇൻട്രസ്റ്റ് എല്ലാ മാസം ഇൻട്രസ്റ്റ് തരാന്നുള്ള രീതിയിലായിരുന്നു. സന്ധ്യാമോളും പിന്നെ സന്ധ്യാമോളും ഒറ്റയ്ക്കാണോ? ഇല്ല, അവര് പാർട്ണർഷിപ്പ് ആയിരുന്നു. നിയാസ് നൌഷാദ് എന്ന് പറഞ്ഞ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ഇവർ 2 പേരും കൂടി ആയിരുന്നു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ വരുന്ന ടൈമിൽ, ഞാൻ 2024 നവംബറിലാണ് ഞാനവിടെ അക്കൗണ്ടന്റ് ആയിട്ടും മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ടും ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം 2024 ഡിസംബറിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് നിയാസ് അവിടെ ഉണ്ടായിരുന്നില്ല. അവർ പാർട്ണർഷിപ്പ് പിരിഞ്ഞെന്നാണ് എന്നോട് പറഞ്ഞത്. നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. എനിക്ക് സന്ധ്യമോൾ വിസേന്റെ കസിൻ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഞാൻ ഫണ്ട് അവിടെ ഇട്ടത്. അപ്പൊ നമ്മളോട് പറഞ്ഞത് 1,00,000-ന് 8% ഇൻട്രസ്റ്റ് വെച്ച് എല്ലാ മാസവും തരാന്നുള്ള രീതിയിലായിരുന്നു ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തത്. അത് 6 മാസം കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഫണ്ട് വിഡ്രോ ചെയ്യാം. അങ്ങനെയായിരുന്നു നമ്മുടെ കയ്യിൽ ഫണ്ട് വാങ്ങിച്ചത്. ഈ ഫണ്ട് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും എഗ്രിമെന്റ് തന്നിരുന്നോ? റെസിപ്റ്റ് ആണ് തന്നത്. പണം അടച്ചതിൻ്റെ റെസീപ്റ്റ് SN ട്രേഡേഴ്സിൻ്റെ പേരിലാണ്. SN ട്രേഡേഴ്സിൻ്റെ സ്റ്റാഫാണല്ലോ. അപ്പോൾ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്കറിയാലോ. എല്ലാ കാര്യങ്ങളും അറിയില്ല. ഇങ്ങനെ ഫണ്ട് ഇങ്ങനെ ഓരോരുത്തർ ഇൻവെസ്റ്റ് ചെയ്യണത് അറിയാം, അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തൊക്കെയാണ് നടക്കുന്നതെന്നും നമുക്കറിയില്ല. എത്ര ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്? ഞാൻ 4,40,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കണം. അപ്പൊ ഞാൻ മാർക്കറ്റിംഗ് സ്റ്റാഫ് കൂടി ആയതുകൊണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് അവരൊക്കെ ഫണ്ട് ഞാൻ വഴി ഇട്ടിട്ടുണ്ട്. ഏകദേശം എത്ര പേരുടെ ഫണ്ട് നമ്മൾ വാങ്ങി? മൊത്തം എൻ്റെത് ഉൾപ്പെടെ 18,15,000 രൂപ. നമ്മൾ വഴി 18,15,000 കൂടെ 18,00,000. നമ്മൾ എത്ര രൂപയാണ്? ഞാൻ 4,40,000. നമുക്ക് എത്ര മാസം പൈസ കിട്ടി? എനിക്ക് ശരിക്കും 1 മാസേ കറക്റ്റായിട്ട് ഫണ്ട് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മളിപ്പോ കസ്റ്റമറെ പിടിച്ചിട്ടാണല്ലോ, എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് സ്റ്റാഫ് ആണല്ലോ. അപ്പൊ എന്റെ അക്കൗണ്ടിലായിരുന്നു ഫണ്ട് വന്നോണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു നമ്മുടെ പേര് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വന്നിരിക്കുന്നത് ഫണ്ട് വന്നത്. അതായത് ഞാൻ വഴി വന്ന ക്ലയന്റ് എല്ലാം എന്റെ അക്കൗണ്ടിലായിരുന്നു ഫണ്ട് ഇട്ടേണ്ടിരുന്നത്. അപ്പൊ എന്നോട് പറയും അവരുടെ, അതായത് ആദ്യം വന്ന ക്ലയന്റ് ഉണ്ടല്ലോ, അപ്പൊ അവരുടെ ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് ബാക്കി എമൗണ്ട് പുള്ളിക്ക് കൊടുത്താൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. നമ്മള് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് വിദഗ്ധമായി നമ്മളെ പറ്റിച്ചുകൊണ്ടാണ് അവര് ഇടപാട് നടത്തിയിരിക്കുന്നത്. ആ കിട്ടിയ പണം നമ്മുടെ അക്കൗണ്ടിൽ തന്നെയാണോ കിടന്നിരുന്നത്, അല്ല ആ പണം SN ട്രേഡിംഗ് കമ്പനിയിലേക്ക് മാറ്റിയോ? അതായത് ഇൻട്രസ്റ്റ് കൊടുക്കണമായിരുന്നു. ആ ഇൻട്രസ്റ്റ് കൊടുത്തതിന് ശേഷം ബാക്കി സന്ധ്യയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഈ 18 ലക്ഷത്തിൽ ആദ്യത്തെ ഇൻട്രസ്റ്റ് അവർക്ക് കൊടുക്കാനുള്ളത് ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി പൈസ സന്ധ്യക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പൊ എത്ര കാലമായി സന്ധ്യ മോൾ മിസ്സിംഗ് ആയി, നിയാസ് മിസ്സിംഗ് ആയിട്ട്? നിയാസിൻ്റെത് എനിക്കറിയില്ല. ഞാൻ നവംബറിൽ കയറുമ്പോൾ നിയാസ് അവിടെ ഇല്ല. സന്ധ്യ മിസ്സിംഗ് ആയിട്ട് 2025 ഏപ്രിൽ ലാസ്റ്റ് തൊട്ടാണ് സന്ധ്യ മിസ്സിംഗ് ആണ്. അതിനുശേഷം ഒരു പിറ്റേ മാസം മെയ്യിൽ ഒരു തവണ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആളെ കുറിച്ച് അറിവൊന്നുമില്ല. അവരെ വീട് അറിയില്ലേ? വീടറിയാം, നമ്മൾ പോയി തിരക്കിയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അമ്മക്കറിയാം. അമ്മ പറയുന്നത് അമ്മക്കറിയില്ല, എവിടെയാണെന്ന് അറിയില്ല, വിളിക്കാറില്ല. അങ്ങനെയാണ് നമ്മളോട്. ഈ സന്ധ്യാമോളിനെ കുറിച്ച് എന്തൊക്കെ വിവരങ്ങൾ നമുക്കറിയാം? നമ്മളെ ബന്ധുവാണല്ലോ. സന്ധ്യമോളിനെ കുറിച്ച് എന്താ പറയാ, കൂടുതലായിട്ട് പറയാനാണെങ്കിൽ എങ്ങനെയാണ് ബന്ധം വരുന്നത്? എന്റെ അമ്മയുടെ ചേച്ചിയുടെ മോളാണ്. അമ്മയുടെ ചേച്ചിയുടെ മോളാണ്. അപ്പൊ അടുത്ത ബന്ധമാണ്. അടുത്ത ബന്ധമാണ്. അപ്പൊ അവരെ വീട് എവിടെയാണ്? അവർക്ക് ആരൊക്കെ ഉണ്ട്? പള്ളൂരുത്തിയിലാണ് വീട്.
ഒരു ബ്രദറാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ബ്രദർ മരിച്ചുപോയി. വേറെ ആരുമില്ല. പിന്നെ അച്ഛനും അമ്മയും ഒരു മോളുണ്ട്. ഹസ്ബൻഡ് നേഴ്സാണ്. ഇപ്പം നമ്മൾ മുഖാന്തരം ഇപ്പോൾ 18 ലക്ഷം രൂപയോടമാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത്. നമ്മുടെ സ്വന്തമായിട്ട് 4.5 ലക്ഷം രൂപയാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഒരു മാസം മാത്രമാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ കീഴിൽ ചേർന്നവർക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടോ? അത് ഇതേപോലെ ഞാനൊരു മെയ് വരെ, അതായത് 2024 ലാസ്റ്റ് മെയ്യിൽ എന്നെ കോൺടാക്ട് ചെയ്തു. 2024 മെയ് അല്ല 2024 മെയ്യിലാണ് ഞാൻ ജോയിൻ ചെയ്യണത്. ആ 24 ഡിസംബറിലാണ് ഞാൻ ഫണ്ട് ഇടുന്നത്. അതിനുശേഷം ഏപ്രിൽ ലാസ്റ്റ് വരെ ഫണ്ട് ഞാൻ വാങ്ങിച്ചു. അതായത് പോണേന്റെ ഒരു 2-3 ദിവസം മുന്നേ വരെ ഞാൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ അക്കൗണ്ടിലേക്ക്. അതായത് പൈസ വന്നത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഒരു മാസം കൊണ്ടാണോ നമ്മൾ ഈ പണമൊക്കെ അവർക്ക് കൊടുത്ത്? അല്ലല്ല, പല മാസങ്ങളായിട്ടാണ്. ഞാൻ ഡിസംബറിൽ കൊടുത്തു, അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ ഇട്ടിട്ടുണ്ട്, ഏപ്രിൽ ഇട്ടിട്ടുണ്ട്, അങ്ങനെ പല മാസങ്ങളായിട്ടാണ് ഇട്ടേക്കുന്നത്. എന്റെ ഒരു ചോദ്യം, നമ്മൾ ചേർന്നത് 2024 നവംബറിലാണ് ഞാൻ അവിടെ അക്കൗണ്ടന്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. ഡിസംബറിൽ ഞാൻ ഫണ്ട് ഇട്ടു. പിന്നെ 2025 നമ്മൾ അത് കഴിഞ്ഞ് ക്ലയന്റിനെ കൊണ്ടിട്ട് ഞാൻ ഫണ്ട്. എത്ര മാസം വരെ ചേർത്തി? അതായത് ഏപ്രിൽ ലാസ്റ്റ് വരെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ 4 മാസവും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടില്ല. 4 മാസം വെച്ചാൽ അതിന്റെ ഇടയ്ക്ക് എനിക്ക് ക്ലയന്റിനെ വരുമല്ലോ. അപ്പൊ ആ ക്ലയന്റിന്റെ ഫണ്ട് എന്റെ അക്കൗണ്ടിലാണ് വരുന്നത്. അപ്പൊ എന്നോട് പറയും ആ ഇൻട്രസ്റ്റ് എടുത്തിട്ട് അങ്ങനെയാണ്. അല്ലാണ്ട് സന്ധ്യമോളായിട്ട് എനിക്ക് ഒരു മാസമേ ഫണ്ട് തന്നിട്ടുള്ളൂ. അത് അവര് നേരിട്ട് തന്നത് ഒരു മാസമാണ്. അതിനുശേഷം നമ്മൾ പലരെയും ചേർക്കുമ്പോൾ ആ ഫണ്ട് എടുത്തിട്ട് ബാക്കി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ അവരെ ഓഫീസിൽ വരാറില്ലേ? ഓഫീസിൽ ഏപ്രിൽ കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടില്ല. ഈ 4 മാസം അവർ എന്ത് ചെയ്തു? പൈസ ട്രേഡ് ചെയ്തെന്നാണ് നമ്മളോട് പറയുന്നത്. നമുക്ക് എന്ത് ട്രേഡിംഗ് ആണ് നടത്തിയത്? ഇന്ത്യൻ മാർക്കറ്റ് ആയിരുന്നു. ഇന്ത്യൻ മാർക്കറ്റ് അത് നമുക്ക് നേരിട്ട് അറിയാമോ? കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ഒന്നും നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. ട്രേഡ് ചെയ്യാനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും അറിയില്ല. നിയാസ് എന്ന് പറയുന്ന ഒരാളെ പറ്റി പറയുന്നുണ്ട്. അതിനകത്ത് നിയാസ് ആരാണ് ശരിക്കും? വരുന്നതിന് മുമ്പുള്ള ആളാണോ വന്നതിന് ശേഷമുള്ള ആളാണോ? നിയാസ് പുള്ളിയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണെന്നാണ് നമ്മളോട് പറഞ്ഞേക്കണത്. ഇവർ രണ്ടുപേരും കൂടിയാണ് കമ്പനി സ്റ്റാർട്ടപ്പ് ചെയ്തേക്കണമെന്ന് നമ്മളോട് പറഞ്ഞത്. ബാക്കി ഡീറ്റെയിൽ ഒന്നും എനിക്ക് നിയാസിനെ കുറിച്ച് അറിയില്ല. നിയാസ് അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഞാൻ കണ്ടിട്ടില്ല നിയാസിനെ. ഞാൻ വരുന്ന സമയത്ത് നിയാസ് അവിടെ വന്നിട്ടില്ല. ആൻസി ആണ് ഏറ്റവും വലിയ എമൗണ്ട് ഒക്കെ കൊടുത്ത് അവരെ സഹായിച്ചതെന്നൊക്കെ പറയുന്ന കേൾക്കുന്നു. ഈ പൈസക്ക് വലിയ വിലയൊന്നും ഇല്ല എന്നൊക്കെ കരുതുന്ന ഒരാള് ആൻസൺ. 20 ലക്ഷം അല്ലേ? അതെ. ആൻസിന്റെ വീട് എവിടെ ശരിക്കും? എന്റെ വീട് മൂവാറ്റുപുഴയാണ്, കടപൂരം എന്ന് പറയും. ഞങ്ങളിപ്പോ താമസിക്കുന്നത്, ഞാൻ ഹസ്ബൻഡോട് താമസിക്കുന്നത് പാലായിലാണ്. എങ്ങനെയാണ് ആൻസി തട്ടിപ്പിൽ പെട്ടുപോയത്? എന്റെ കസിൻ ബ്രദറാണ് സന്ധ്യയുടെ ഹസ്ബൻഡ്. അങ്ങനെയാണ് സന്ധ്യനെ എനിക്ക് 15 വർഷമായിട്ട് അറിയാം. അങ്ങനെയാണ് സന്ധ്യയായിട്ട് അറിയുന്നത്. സന്ധ്യ ഇപ്പം ഇങ്ങനെ ഒരു സ്കീം തുടങ്ങുന്നുണ്ട്, ട്രേഡിംഗ് കമ്പനി തുടങ്ങുന്നുണ്ട്. അയാൾ 15 വർഷമായിട്ട് ഞാൻ അറിയുന്ന കാലം മുതൽ ആൾ ട്രേഡിംഗ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സന്ധ്യാമോൾ VC ട്രേഡിംഗ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ ഇതിൽ പുള്ളിക്കാരത്തി എനിക്ക് ട്രേഡിംഗ് ചെയ്യുന്നതും അവൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതും ഒക്കെ ഉള്ള കാര്യങ്ങൾ എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. സോ പുള്ളിക്കാരത്തി സ്വന്തമായിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. എൻ്റെ അടുത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 1,00,000-ന് 10% ഇൻട്രസ്റ്റ് തരാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ 2023 സെപ്റ്റംബറിൽ ആദ്യത്തെ 1 lakh ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 2023 സെപ്റ്റംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ മാസം ഞാൻ 2 ലക്ഷം 3 ലക്ഷം അങ്ങനെ ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്കും 2024 ഡിസംബർ ആയപ്പോഴത്തേക്കും 9 lakh ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു 6-7 മാസത്തേക്ക് എനിക്ക് ഇൻട്രസ്റ്റ് തരുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ഇൻട്രസ്റ്റ് ഹോൾഡ് ചെയ്യാൻ തുടങ്ങി. ഇൻട്രസ്റ്റ് തരാതെയായി. അങ്ങനെ ഓരോ പ്രശ്നങ്ങളായി. സെപ്റ്റംബറിലാണ് ഈ നിയാസും സന്ധ്യയും തമ്മിൽ ഒരു ക്ലാഷ് വന്നിട്ട് അവർ 2024 സെപ്റ്റംബറിലാണ് ഇവർ ഒരു ഇഷ്യൂ വന്നിട്ട്, എന്താണ് ഇഷ്യൂ എന്നൊന്നും അറിയത്തില്ല. ഇവർ സെപ്പറേറ്റ് ആയതുപോലും ഞാൻ അറിയുന്നത് നവംബറിലാണ്. നവംബറിൽ അവിടെ വർക്ക് ചെയ്തിരുന്ന, അതായത് സ്നേഹയ്ക്ക് മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാഫ് അമല എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഈ അമല അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയതിനു ശേഷം അമലയാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ ഇപ്പോൾ ഒരുമിച്ചല്ല, മാറിയെന്ന് ഞാൻ നവംബറിലാണ് അറിയുന്നത് പോലും. ഞാൻ SN ട്രേഡിങ്ങിൻ്റെ പാലാ ബ്രാഞ്ചിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ബ്രാഞ്ച് തുടങ്ങി. അതെപ്പം തുടങ്ങി? അത് 2024 ജനുവരി 1 അവിടെ സ്റ്റാഫായിട്ട് പ്രവർത്തിച്ചു. എന്തൊക്കെ പ്രവൃത്തി അവിടെ നടത്തിയത്? അവിടെ ഇത് തന്നെയായിരുന്നു. മാർക്കറ്റിംഗ് സ്റ്റാഫാണ്, അക്കൗണ്ടന്റും ആയിരുന്നു പാലാ ബ്രാഞ്ചിന്റെ.
അതെ, മാർക്കറ്റിംഗ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ആളുകളെ ക്യാൻവാസ് ചെയ്യുന്നു. ആ അതെ, എത്ര പേരെ ക്യാൻവാസ് ചെയ്തതിനകത്ത്? എൻ്റെ കെയർ ഓഫിൽ വന്ന് 18 പേരാണ്. അതിന് എത്ര രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്തു? എൻ്റെയും കൂടെ കൂടി 1,23,00,000 രൂപ. 1,23,00,000 രൂപ നമ്മൾ മുഖാന്തരം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ അവർക്കൊക്കെ എത്ര മാസം പേയ്മെന്റ് കൊടുത്തു? അവരുടെയൊക്കെ 4-5 മാസമൊക്കെ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഹോൾഡ് ചെയ്യാൻ തുടങ്ങി. ഓരോ മാസം ഇപ്പോൾ നവംബറിലുള്ള ആളുടെ പേയ്മെൻറ്റ് ചിലപ്പോൾ ജനുവരിയിലായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ ഏപ്രിലുള്ളത് കുറച്ച് മാസം കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബറിലായിരിക്കും കൊടുക്കുന്നത്. ഹോൾഡ് ചെയ്തിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് കൊടുക്കുന്നത്. അതായത് ഒരു കമ്പനിയിൽ ചേരുമ്പോഴേ നമ്മൾ ബന്ധുക്കെയാണ്, പക്ഷെ ഒരു കാര്യത്തിൽ കടക്കുമ്പോൾ ആ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അയാളെ അറിയാവുന്നത് കൊണ്ടും ഇത്രയും വർഷമായിട്ട് അറിയാവുന്നത് കൊണ്ടും ഇയാൾ ഈ ഫീൽഡിലായതുകൊണ്ടും നമ്മൾ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ അത്രയും ക്യാൻവാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പണം കൊടുത്തപ്പോൾ എന്തെങ്കിലും എഗ്രിമെന്റിലേക്ക് ഏർപ്പെട്ടിരുന്നോ? എഗ്രിമെന്റ് തരാവോ എന്ന് ചോദിച്ചപ്പോൾ ഇത് നമുക്ക് അത്രയും ഇൻട്രസ്റ്റ് തരാൻ പറ്റത്തില്ല, നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും, അപ്പോൾ അതുകൊണ്ട് ഇത്ര ഇൻട്രസ്റ്റ് നമുക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് അതുകൊണ്ട് എഗ്രിമെന്റ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. റെസിപ്റ്റ് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നു. നമ്മള് പണമെല്ലാം അക്കൗണ്ടിലേക്ക് തന്നെയല്ലേ അയച്ചത്? അതെ അതെ, അല്ലാതെ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നില്ലല്ലോ. ഇല്ല. ഈ ക്യാഷ് ആയിട്ട് കൊടുക്കാതിരിക്കുമ്പോൾ അക്കൗണ്ടിൽ കൂടെ കൊടുക്കുമ്പോൾ കൃത്യമായ രേഖകൾ പ്രകാരം മുന്നോട്ട് നീങ്ങേണ്ടതല്ലേ? അതെ. അപ്പൊ ഇൻട്രസ്റ്റ് അപ്പൊ ഇതെങ്ങനെ അല്ലാതെ വരാൻ പറ്റും? അല്ലാതെ വരാൻ പറ്റുന്ന ഇപ്പോൾ അവര് ഞങ്ങൾക്ക് വേറെ ഇടപാടുകളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫണ്ട് മേടിക്കുക, ഫണ്ട് മേടിച്ചതിന് ഇപ്പോൾ 1,00,000 രൂപ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്നേഹ പറഞ്ഞതുപോലെ തന്നെ പഴയ ഓൾറെഡി ഉള്ള ആളുകൾക്ക് ഇൻട്രസ്റ്റ് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഫണ്ടായിരുന്നു സന്ധ്യ അല്ലെങ്കിൽ എസ് എൻ ട്രേഡിങ്ങിന്റെ അക്കൗണ്ടിലോട്ട് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത്. എസ് എൻ ട്രേഡിംഗ് കമ്പനി അക്കൗണ്ടിലേക്കാണോ അയച്ചത്, സന്ധ്യന്റെ അക്കൗണ്ടിലേക്കാണോ? 2 അക്കൗണ്ടിലോട്ട് അയച്ചിട്ടുണ്ട്. എസ് എൻ ട്രേഡിങ്ങിന്റെ 2 പേരുടെയും നിയാസിന്റെയും സന്ധ്യയുടെയും ജോയിന്റ് അക്കൗണ്ട് യൂണിയൻ ബാങ്ക് ഇടക്കൊച്ചിയിലെ ബാങ്ക് ഉണ്ടായിരുന്നു. ആ ബാങ്കിലോട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. അല്ലാതെ സന്ധ്യയുടെ HDFC പേഴ്സണൽ അക്കൗണ്ടിലോട്ടും അയച്ചിട്ടുണ്ട്. ഇപ്പൊ എപ്പോഴാണ് നിങ്ങൾ തട്ടിപ്പിനിരയായി മനസ്സിലാവുന്നത്? ഞങ്ങൾ 2025 ഒരു ഏപ്രിലൊക്കെ ആയപ്പം കോണ്ടാക്റ്റ് ഇല്ലാതെയായി. വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്നൊരു അവസ്ഥയിലോട്ട് വന്നു. കാരണം വെച്ചാൽ ചെറിയ യുദ്ധമൊക്കെ വന്നപ്പം മാർക്കറ്റ് ക്രാഷായി. അപ്പോൾ പേ ഔട്ട് കുറച്ച് ഡിലേ ആവും, 6% ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മാർക്കറ്റാണ്, അപ്പം നമ്മളത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫോൺ എടുക്കാതെയായി, കോളുകൾ എടുക്കാതെയായി, മെസ്സേജ് റിസീവ് ചെയ്യാതെയായി. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ അന്വേഷിച്ചതും ഇവിടെ ഇല്ല എന്നറിയാൻ പറ്റിയത്. ഈ പാലയിൽ ഓഫീസ് ആരുടെ പേരിലാണ്? അത് സന്ധ്യാമോളുടെ ഇതിൽ തന്നെയായിരുന്നു. സന്ധ്യാമോഹൻ തുടങ്ങുന്ന സമയത്ത് മുതൽ നമ്മളുണ്ടോ അവിടെ? അതെ, അതായത് പാലാ ബ്രാഞ്ച് ഓപ്പൺ ആക്കുന്നത് 2024 ജനുവരി 1 അന്ന്. ആരെങ്കിലും ഉദ്ഘാടനം ചെയ്താണോ? ഇല്ല, അവര് വന്നിട്ട് ചുമ്മാ സ്റ്റാർട്ട് ചെയ്തു. ആ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ അവരുടെ പേരിലാണോ എടുത്തിരിക്കുന്നത്? സന്ധ്യാമോഹന്റെ പേരിലാണോ റൂം എടുത്തിരിക്കുന്നത്? റൂം എടുത്തത് ഒരു വീടാണ് എടുത്തത്. വീട് എടുത്തത്? ഓഫീസ് എടുത്തത്? അത് എന്റെ ഹസ്ബൻഡിന്റെ പേരിലാണ് വീട്. നമ്മൾ റെന്റ് ഹൗസ് പോലെ എടുക്കുകയാണ് ചെയ്തത്. അവിടെ തന്നെയാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അത് തന്നെ ഓഫീസായിട്ട് ഒരു പോർഷൻ ഓഫീസായിട്ട് മാറ്റുവാണ്. അതിന് വേറെ പ്രത്യേകമായി വാടക തരുന്നുണ്ടോ? വാടക തന്നിരുന്നു. എത്ര രൂപ വാടക? 4,000 രൂപ വെച്ച് മാസം വാടക എസ് എൻ ട്രേഡിംഗ് തന്നിട്ടുണ്ട്. എത്ര കാലം തന്നു? അതൊരു 4 മാസത്തോളം. പിന്നെ യാതൊരു ബന്ധമില്ല? പിന്നെ തരാതെയായി. ഈ തട്ടിപ്പിനെതിരെ പരാതി കൊടുത്തു? പള്ളുരുത്തി സ്റ്റേഷനിൽ ഞങ്ങൾ 2024 ഡിസംബറിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു അനക്കം ഉണ്ടായിട്ടില്ല, ഒരു മൂവ്മെന്റ്സ് ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നാൾ ഹോൾഡ് ചെയ്തു. ഈ സന്ധ്യയുടെ അമ്മ മോളി ചന്ദ്രസേനൻ പുള്ളിക്കാരത്തിയാണ് ഈ സന്ധ്യയ്ക്ക് എല്ലാ സപ്പോർട്ടും നിന്നുകൊണ്ട് ചെയ്യുന്നത്. മുന്നിൽ നിന്നുകൊണ്ട് സന്ധ്യയ്ക്ക് എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുക്കുന്നത് അവരുടെ മദർ മോളിയാണ്. അപ്പം ഞങ്ങൾ മോളീനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. മോളി ഫോൺ എടുക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് മോശമായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്കല്ലല്ലോ പൈസ തന്നത്, സന്ധ്യയ്ക്കല്ലേ പൈസ കൊടുത്തത്, അപ്പം ഞങ്ങളിങ്ങനെ മോശം അവസ്ഥയിലാണ്, ഞങ്ങളുടെ സിറ്റുവേഷൻ വളരെ മോശമാണ്, ഞങ്ങളായിട്ട് ഇതിനകത്തോട്ട് ചേർത്തവരെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇവർ ഞങ്ങളിപ്പോൾ ആത്മഹത്യയുടെ വക്കീലാണെന്ന് പറയുമ്പോൾ പോലും അവർ നിങ്ങൾ പോയി ചത്തോ, ഞങ്ങൾക്കത് പ്രശ്നമില്ല എന്നുള്ള രീതിയിലായിരുന്നു ഇവരുടെ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. ഈ സന്ധ്യ എവിടെയുണ്ടെന്ന് നമുക്ക് അറിയുമോ? ഇപ്പം അറിയത്തില്ല, എവിടെയാണെന്ന് അറിയത്തില്ല. എത്ര കാലമായിട്ട് അറിയില്ല? 2025 ജൂൺ മുതൽ അറിയത്തില്ല, എവിടെയാണെന്ന് അറിയത്തില്ല. നമ്മുടെ കീഴിൽ പൈസ അടച്ച ആൾക്കാർ എന്ത് പറയുന്നു? എല്ലാവരും നല്ല പ്രഷറിലാണ്. ഇപ്പം എന്നെ ട്രസ്റ്റ് ചെയ്ത് അടച്ചവർ എന്നോട് തന്നെ പൈസ
തരണം എന്നാണ് പറയുന്നത്. ഞങ്ങൾ അങ്ങനെ പൈസ കൊടുത്തവരുണ്ട്. ഒരുപാട് പ്രഷറിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രോപ്പർട്ടി മേടിച്ച് വിറ്റും വണ്ടി വിറ്റും ഗോൾഡ് പ്ലെഡ്ജ് ചെയ്തും അല്ലാതെ പേഴ്സണൽ ലോണൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് പേർക്ക് പേ ഔട്ടായിട്ടും ക്യാഷായിട്ടും കൊടുത്ത് ഒതുക്കിയവരുണ്ട്. അതായത് 20 ലക്ഷം നമ്മൾ കൊടുത്തു, ഹസ്ബൻഡ് എത്ര കൊടുത്തു? 30 ലക്ഷം മൊത്തം നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. റോബിൻ, നമസ്കാരം. അതേ, റോബിൻ കോൺട്രാക്ടറാണ് അല്ലേ? എഞ്ചിനീയർ. റോബിൻ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വന്ന് പെട്ടത്? നമ്മളെല്ലാം ഫാമിലി റിലേറ്റീവ്സ് മൊത്തം ഇതിനകത്തുണ്ട്. ഇപ്പം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. നമ്മൾ 2024 ഡിസംബർ മാസമാണ് ഫസ്റ്റ് 1 lakh ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ മാസം തന്നെ കറക്റ്റ് പേ ഔട്ട് വന്നു. പിന്നെ ഒന്നോടെ ഇൻവെസ്റ്റ് ചെയ്തു 1 lakh ഇട്ടു. പിന്നെ ജനുവരിയിൽ 3 lakhs ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ 5 ലക്ഷം ഇൻവെസ്റ്റ് 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് എത്ര രൂപ തിരിച്ച് കിട്ടി? ഒരു 2-3 തവണ പേ ഔട്ട് കിട്ടി. റോബിൻ്റെ വീട് മൂവാറ്റുപുഴയ്ക്കടുത്ത് പൈങ്ങോട്ടൂര്. ഇവർ ഇങ്ങനെ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ പൈസ കൊടുത്തത്? എന്തൊരു ഏക വേണ്ടേ? അതെ, നമ്മൾക്ക് ഇന്ന് നോക്കിയപ്പോൾ 18 പേര് ഫാമിലി മെമ്പേഴ്സാണ്. എല്ലാവരും മെമ്പേഴ്സ് ഉണ്ട്. അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസയും പേ ഔട്ട് ചെയ്ത് ആര് മുഖാന്തരമാണ് നമ്മൾ ഇപ്പം ഇവർക്ക് പൈസ കൊടുത്തത്? ഇവർ നമുക്ക് അറിയാമായിരുന്നു. സന്ധ്യനെ അറിയാം, നിയാസിനെ അറിയില്ല, സന്ധ്യനെ അറിയാമായിരുന്നു. നമ്മൾ ചെല്ലുമ്പം സന്ധ്യ മാത്രമുള്ള നിയാസും ഉണ്ടോ? ഇല്ല, അവിടെ പോയിട്ടില്ല. അല്ലെങ്കിൽ ഫോൺ വിളിച്ച അവരെ ഹസ്ബൻഡ് വീട് നമ്മളുടെ അടുത്താണ്, കല്ലൂർക്കാട് അവരുടെ വീട്. നേരത്തെ പോലെ അറിയാവുന്നതാണ് അവരെ. ഇത് പറ്റിക്കപ്പെട്ടു എന്ന് എന്നാണ് അറിയുന്നത്? ഏകദേശം ഒരു 2025 ഏപ്രിൽ മാസം. അത് ഞാൻ ഏപ്രിൽ മാസം എനിക്ക് പൈസ വിഡ്രോ ചെയ്ത് തരണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ വിളിച്ച ഫോൺ എടുക്കില്ല. പിന്നെ എന്നെ ഡിലേ വന്നു. കാരണം യുദ്ധത്തിൻ്റെ കേസ് പറഞ്ഞ് ഇതൊന്ന് പറഞ്ഞു വരും, ക്ലാഷായെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് പേ ഔട്ട് ഡിലേ വരുമെന്ന് പതുക്കെ ഡിലേ വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വിശ്വസിച്ചു ട്രസ്റ്റ്. കാരണം ഈ പണം അടച്ചതിന് 3 പേർക്കും റെസീറ്റ് തന്നിട്ടുണ്ട്, റെസീറ്റ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് രേഖയുണ്ട്. അല്ലാതെ ഒരു എഗ്രിമെന്റ് അവർ തന്നിട്ടില്ല. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. പോലീസ് എങ്ങനെയാണ് പെരുമാറുന്നത്? പോലീസ് ഞങ്ങൾ ഇതിന് മുന്നേ 3 പ്രാവശ്യം ചെന്നപ്പോഴും പോലീസ് ഭയങ്കര മോശമായിട്ടാണ് പ്രതികരിച്ചത് ഞങ്ങളുടെ അടുത്ത്. നിങ്ങളുടെ അത്യാർത്ഥി കൊണ്ടല്ല, അങ്ങനെയുള്ള ഇതുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് മോശമായിട്ടാണ് പ്രതികരിച്ചത്. ആദ്യം കൊടുത്തിട്ട് ഒരു ഇതും ഇല്ലാണ്ടായപ്പോഴാണ് ഞങ്ങൾ വീണ്ടും ഞങ്ങളൊരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് അഡ്വക്കേറ്റ് മുഖാന്തരം ഞങ്ങൾ FIR ഇടാൻ വേണ്ടി ചെന്നു. പക്ഷേ എന്നാലും അവർ FIR ഇടാൻ വില്ലിങ് ആയിട്ടില്ല. അവർ ഞങ്ങളുടെ മൊഴി എടുത്തു, പക്ഷേ എന്നാലും FIR ഇടാൻ വില്ലിങ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ശേഷം ഇന്ന് വീണ്ടും പോയി മൊഴി കൊടുത്തിട്ടുണ്ട്. FIR ഇടുമല്ലോ എന്ന് നമുക്ക് നോക്കാം എന്ന് മാത്രമേ അറിയത്തില്ല. നമ്മുടെ അനുഭവം എന്താണ് പോലീസ് സ്റ്റേഷൻ? ഇതുപോലെ തന്നെയാണ്. നമ്മൾ ആദ്യം ചെന്നു, ഡിസംബറിൽ ചെന്നു, കേസ് ആദ്യം മൊഴി എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം പ്രത്യേകിച്ച് മൂവ്മെന്റ് ഒന്നും ഇല്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും ചെന്നു, എന്തായെന്ന് അറിയാൻ വേണ്ടി വീണ്ടും ചെന്നു. അപ്പോഴും അന്വേഷണം ഒന്നും നടന്നിട്ടില്ല. അതിനുശേഷം ഒരു പ്രതികരണം ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതേപോലെ അഡ്വക്കേറ്റിനെ കണ്ടത്. അന്ന് ചെന്നപ്പോഴും ഇതുപോലെ ഞങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ടിന്റെ പപ്പ ഉണ്ടായിരുന്നു. പുള്ളിയോട് പറഞ്ഞത്, ഒരു 10-60 വയസ്സായിട്ടുണ്ടാവും. അങ്കിളിനോട് പറഞ്ഞത് ആർത്തി കൊണ്ടിട്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള രീതിയിലാണ് പുള്ളിനോട് സംസാരിച്ചത്. അന്ന് നമ്മളോട് പറഞ്ഞ FIR, അന്ന് ഞങ്ങൾ മൊഴി എടുത്ത് കൊടുത്ത് അതിന് ശേഷം വിളിച്ചപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ വീണ്ടും ചെന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ചെയ്തിട്ടില്ലെന്നാണ്. നമുക്ക് പോലീസ് സ്റ്റേഷൻ ആദ്യമായിട്ട് ഞാൻ വന്നത് പള്ളുരുത്തി തന്നെയാണോ കൊടുത്തത്? അതെ, ഇന്ന് ഞാൻ ആദ്യമായിട്ട് വിളിച്ചിട്ട്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ എൻ്റെ അടുത്ത് ഈ വിവരം വന്ന ശേഷം അവിടുത്തെ പോലീസ് വളരെ ആക്റ്റീവായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അവിടുത്തെ സരിൻ എന്ന് പറയുന്ന SHO എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഇതെല്ലാം നിങ്ങൾക്ക് എപ്പോൾ വേണേൽ ബന്ധപ്പെടാം, ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ കാര്യമായി നോക്കുന്നുണ്ട്, FIR ഇട്ടിട്ടുണ്ടെന്നാണ്. അപ്പം നമുക്ക് ഈ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ. അല്ല, ഞാൻ ഇന്നാണ് വളരെ സ്റ്റേഷനിൽ വരുന്നത്. ഇന്നവിടെ SI ഉൾപ്പെടെ പറയുമ്പോൾ നമ്മളെ കളിയാക്കുന്നതിലാണ് സംസാരിക്കുന്നത്. ഇന്ന് സംസാരിച്ചോ? ഇന്ന് രാവിലെ ഞങ്ങൾ എല്ലാവരും സംസാരിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് വേറെ ഒരു ഇൻവെസ്റ്റ് ചെയ്തില്ലായിരുന്നോ, രജിസ്റ്റേർഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണം, ഒത്തിരി അടുത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ 6% ഇൻട്രസ്റ്റ് കിട്ടില്ലേ, ഇത്രയും ഹ്യൂജ് എമൗണ്ട് കൂടെ വേറെ ഇൻവെസ്റ്റ് ചെയ്ത് എന്തിനാന്നൊക്കെ ചോദിച്ചാണ് ഒരു പരിഹാസ രീതിയിൽ അവർ സംസാരിക്കുന്നത് നമ്മളോട്. എല്ലാം സത്യമല്ലേ? അത് നിങ്ങളെപ്പോലുള്ള വിവരമുള്ള ആൾക്കാർ ഇങ്ങനെ വിവരമില്ലാതെ ചെയ്ത് തെറ്റന്നെയല്ലേ? നിങ്ങൾ എഗ്രിമെൻ്റ് ഇല്ല, അപ്പോൾ ചീറ്റിംഗ് നടന്നു. ബഡ്സ് ആക്ട് പ്രകാരം പ്രതികളാണ് അവർ. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ബന്ധുവായാലും മിത്രമായാലും, ഇന്നത്തെ കാലത്ത് ബന്ധുവായാലും മിത്രമായാലും നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ എന്നുള്ളതാണ് നമ്മളെ ഈ അനുഭവത്തിൽ മനസ്സിലാകുന്നത്. പക്ഷേ പോലീസ് എൻ്റെ അടുത്ത് പറഞ്ഞത് വളരെ ആക്റ്റീവായിട്ട് ഞങ്ങളത് പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് ആർക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് നേരിട്ട് വിളിക്കാമെന്നാണ് SHO സരിൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം മുതൽ, ഇപ്പം നമ്മൾ ക്രൈം ഏറ്റെടുത്ത മുതൽ, ഈ ക്രൈം വാർത്ത പ്രസിദ്ധീകരിക്കുന്ന മുതൽ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉപേക്ഷ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം, അവർ കൃത്യമായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പരിശോധിക്കാം, നമുക്കൊന്ന് പോരാടി നോക്കാം. എന്തായാലും ഇത്തരം തട്ടിപ്പുകൾ ക്രൈം ഏറ്റെടുത്തിടത്തോളം പരിഹാരം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുമോ നോക്കാം. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ 3 പേർക്കും?
പറയാനുണ്ടെന്ന് വെച്ചാൽ ഈ സന്ധ്യ മിസ്സിങ് ആയതിനു ശേഷം നമുക്കൊരു അറിവ് കിട്ടിയായിരുന്നു. ചേർത്തലയിൽ ഒരു ജാനകി ഡയറി ഫാം നടത്തുന്ന ഒരു റോഹൻ്റെ അടുത്ത് പുള്ളിക്കാരത്തി കുറച്ച് നാൾ സ്റ്റേ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് ഞങ്ങൾ അവിടെ കാണാൻ വേണ്ടി പോയിരുന്നു. ഞാൻ, എൻ്റെ ഹസ്ബൻഡ്, സ്നേഹയുടെ ഹസ്ബൻഡ്, ഞങ്ങൾ 4 പേര് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ സന്ധ്യ അവിടെ ഉണ്ടായിട്ടും അവിടെ നിന്ന് ഇറങ്ങി വരാനോ സംസാരിക്കാനോ കാണാനോ വില്ലിങ് ആയിട്ടില്ല. അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. അയാൾ, ഈ റോഹൻ എന്ന് പറഞ്ഞ വ്യക്തി സന്ധ്യനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്, നാളുകളോളം അവിടെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫാം ഹൗസിലായിരുന്നു ആള് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾ ഈ പൈസ കിട്ടുന്ന വരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പൈസ തീർച്ചയായിട്ടും ഈ നിങ്ങൾ മുഖാന്തരം വന്ന ആൾക്കാർക്കും പൈസ കിട്ടേണ്ടത് അത്യാവശ്യം. അതെ അതെ. എന്തായാലും ക്രൈം നിങ്ങൾക്ക് എല്ലാ പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ്. പോലീസും വളരെ നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ എല്ലാ ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.